രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ പാകിസ്ഥാന് നൽകിയത്. 60 വർഷത്തിലേറെ നീണ്ട തന്ത്രപരമായ നിശബ്ദതയ്ക്ക് ശേഷം 1960-ൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി എന്ന നിർണായക കരാർ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി ഇന്ത്യ റദ്ദാക്കുന്നു. ഈ ഉടമ്പടി പ്രകാരം സിന്ധു തടത്തിലെ 6 നദികളിൽ കിഴക്കൻ നദികളുടെ പൂർണ്ണ അവകാശം ഇന്ത്യക്കായിരുന്നപ്പോൾ തന്ത്രപ്രധാനമായ സിന്ധു, ചെനാബ്, ജലം തുടങ്ങിയ പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാന്റെ പൂർണ്ണ അധികാര പരിധിയിലായിരുന്നു. ഉദാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഉടമ്പടിയെ പാകിസ്ഥാൻ പലപ്പോഴും ഒരായുധമായി ഉപയോഗിച്ചു. ഇന്ത്യൻ നിർമ്മാണ പദ്ധതികളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും സിന്ധു നദീജല തർക്കങ്ങൾ അന്താരാഷ്ട്ര മധ്യസ്ഥതയിലേക്ക് വലിച്ചിഴയ്ക്കുകയും ജമ്മു ആൻഡ് കശ്മീരിലെ ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം വൈകിക്കുകയും ചെയ്തു. ഒരേ സമയം ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും എന്നാൽ വെള്ളത്തിനായി ഇന്ത്യയുടെ ദയ കാത്തിരിക്കുകയും ചെയ്ത ആ കാലഘട്ടം ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന് വഴിമാറ്റിക്കൊടുക്കുന്നു. ഇനിമേൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു, ചെനാബ് നദികളിലെ ജലം ഉപയോഗിക്കാൻ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ അനുമതി ആവശ്യമില്ല. 1856 മെഗാവോട്ടിന്റെ ഒരു വൻ ജലവൈദ്യുത പദ്ധതി ചെനാബ് നദിയിൽ പുരോഗമിച്ചിരിക്കുകയാണ്. 20 ലക്ഷത്തിലധികം ഇന്ത്യൻ വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ശേഷിയുള്ള ഈ പദ്ധതിയുടെ ഏകദേശ ചെലവ് 22,704 കോടി രൂപയാണ്. ഇതിനായുള്ള ആഗോള ടെൻഡറുകൾ ഇന്ത്യൻ സർക്കാർ ക്ഷണിച്ചുകഴിഞ്ഞു. ഇത് കേവലം ഒരു ഊർജ്ജ പദ്ധതി എന്നതിലുപരി ജലത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ഇന്ത്യയുടെ വ്യക്തമായ പ്രഖ്യാപനമാണ്. 21-ാം നൂറ്റാണ്ടിൽ ജലമെന്നത് ശക്തിയാണ്. പ്രത്യേകിച്ച് അത് നമ്മുടെ മണ്ണിൽ നിന്നുത്ഭവിച്ച് ഒരു ശത്രു രാജ്യത്തേക്ക് ഒഴുകുമ്പോൾ കടുത്ത ജലക്ഷാമം നേരിടുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ആശങ്കയിലാണ്. കാരണം അവരുടെ കാർഷിക മേഖലയുടെ നട്ടെല്ല് ഈ നദികളെ ആശ്രയിച്ചാണ്. മൃദുവായ നയതന്ത്രത്തിന്റെ കാലം അവസാനിച്ചു. ഏകപക്ഷീയമായ നിയന്ത്രണങ്ങൾ ഇനിയില്ല. ഇന്ത്യ ഇനി അതിന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കും.